ഇന്ന് ഒട്ടുമുക്കാൽ ആളുകളും ചിന്തിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ അല്പം പ്രാർത്ഥനയും ആത്മീയതയും ഒക്കെയായിട്ട് ജീവിച്ചാൽ മരണത്തിന് ശേഷം മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ലഭിക്കും എന്നുള്ള നിലയിലാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇത്താലിക്ക എന്ന സൈനിക വിഭാഗത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 10-ാം അധ്യായം ആരംഭിക്കുന്നത്. അവനും അവൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ഭക്തിയും ദൈവഭയവും ഉള്ളവരായിരുന്നു. അവൻ ജനത്തിന് എപ്പോഴും ധർമ്മം കൊടുക്കുകയും ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും? തീർച്ചയായും നല്ല ഒരു മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ആര് ചോദിച്ചാലും അവർക്കെല്ലാം ധർമ്മം കൊടുക്കുന്നവൻ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്തിയും ദൈവഭയവും ഉള്ളവർ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ പോരായെങ്കിൽ അദ്ദേഹം നല്ല ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. കൈസരിയായിൽ ഇത്താലിക്ക എന്ന സൈനിക വിഭാഗത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള മനുഷ്യൻ ഒരു ശതാധിപനായിട്ട് ആണ് നിലകൊള്ളുന്നത്. ഒരു ദിവസം അദ്ദേഹം 9-ാം മണി നേരത്ത് ഒരു ദർശനം കാണുകയാണ്. ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നു. കൊർന്നല്യോസേ എന്ന് തന്നെ വിളിക്കുന്നു. ആ ദൂതനെ കൊർന്നല്യോസ് ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ കൊർന്നല്യോസിനോട് പറഞ്ഞത്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽപ്പണിക്കാരനായ ശീമോനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, കൊർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തണം. എന്തിനായിരിക്കും ദൈവം അങ്ങനെ ഒരു ദർശനം കൊർന്നല്യോസിന് കൊടുത്തത്? പത്രോസ് ആരാണെന്നോ പത്രോസ് എവിടെയാണെന്നോ ഒന്നും കൊർന്നല്യോസിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം പറയുന്നു, അദ്ദേഹത്തെ സുവിശേഷം അറിയിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന പത്രോസിനെ നീ നിൻ്റെ വീട്ടിൽ ക്ഷണിക്കണം. അവൻ വരും. അവൻ വന്നിട്ട് ദൈവത്തിൻ്റെ ആലോചന നിന്നോട് അറിയിക്കും. കൊർന്നല്യോസ് അത് കേട്ടു, അനുസരിച്ചു. പത്രോസിനെ വിളിപ്പിച്ചു. വിളിപ്പിച്ച ആ സമയത്ത് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെത്തിയ പത്രോസ് അവിടെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവം എന്താണോ അരുളി ചെയ്തത് അത് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്ന് പറയുന്ന ആ മനുഷ്യനോട് ദൈവം ഇടപെടുകയാണ്. പത്രോസ് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും പത്രോസ് കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പോൾ പത്രോസ് പറഞ്ഞത്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിക്കുവാൻ തക്കവണ്ണം വെള്ളം വിലക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസങ്ങൾ അവിടെ താമസിക്കണം എന്ന് കൊർന്നല്യോസ് അപേക്ഷിച്ചതനുസരിച്ച് പത്രോസ് അവിടെ ചില ദിവസങ്ങൾ താമസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു സംഭവമാണ്. ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത്, നല്ലതുപോലെ ജീവിച്ചാൽ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ, ആർക്കും ദോഷം ചെയ്യാതെ ജീവിച്ചാൽ ദൈവരാജ്യത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ്. തികച്ചും തെറ്റായ ധാരണയാണ്. അങ്ങനെയായിരുന്നെങ്കിൽ കൊർന്നല്യോസിനോട് ദൈവം പത്രോസിനെ വിളിപ്പിക്കുവാൻ കൽപ്പിക്കില്ലായിരുന്നു. പത്രോസ് സുവിശേഷമാണ് പറഞ്ഞത്.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ലോകത്തിൻ്റെ രക്ഷകനാണ് യേശുവെന്നും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനാണെന്നും പത്രോസ് അവരോട് പ്രസംഗിക്കുകയാണ്. മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെ മാത്രമാണ്. ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ സൽപ്രവൃത്തികളിലും പാപത്തിൻ്റെ കറ പുരണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ കൃപയാൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ ദൈവദാനമായിട്ട് നൽകുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുഷ്യന് രക്ഷ ദൈവം നൽകുന്നത്. മറ്റൊരു മാർഗവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിൻ്റെ ജീവിതം അതുല്യമാണ്. യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് കർത്താവ്, യേശു മാത്രമാണ് ദൈവം. അത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. രക്ഷിക്കപ്പെടാത്തവരായി, വീണ്ടും ജനിക്കാത്തവരായി, സ്നാനപ്പെടാത്തവരായി ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവം അവരോട് ഇടപെടണമേ. എല്ലാവരുടെയും ആയുസ്സ് ക്ഷണികമാണെന്നും മനുഷ്യൻ ഒരുപാട് പരിമിതികളുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.